തിരുവനന്തപുരം വിഴിഞ്ഞത്ത് പ്രവർത്തിക്കുന്ന ഭൂരിഭാഗം ഹോട്ടലുകൾക്കും ആരോഗ്യവകുപ്പിന്റെ അനുമതിയില്ല. ഭക്ഷ്യവിഷബാധയേറ്റ് 2 പേർ മരിക്കാൻ കാരണമായ അസ്മാക് ഹോട്ടലും നഗരസഭയുടെ അംഗീകാരം ഇല്ലാതെയാണ് പ്രവർത്തിച്ചത്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് മത്സ്യവിഭവങ്ങൾ ഉൾപ്പെടെ വിൽക്കുന്ന അസ്മാക് ഹോട്ടൽ പ്രവർത്തിക്കുന്നത് നഗരസഭയുടെ അനുമതിയില്ലാതെയെന്ന് കണ്ടെത്തൽ. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഹോട്ടൽ നിലനിൽക്കുന്നത് അനധികൃത കെട്ടിടത്തിലാണ്. ലൈസൻസ് ഇല്ലാതെ ഹോട്ടലിന് പ്രവർത്തിക്കാനാകില്ലെന്ന് നഗരസഭ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ടാണ് അസ്മാക് ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നത്. അതേസമയം വിഴിഞ്ഞത്ത് പ്രവർത്തിക്കുന്ന 14 ഹോട്ടലുകളിൽ 12 എണ്ണത്തിനും ആരോഗ്യവകുപ്പിന്റെ അനുമതിയില്ലെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം അസ്മാക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിനെ തുടർന്നുണ്ടായ ഭക്ഷ്യവിഷബാധ മൂലം കൊല്ലം നിലമേൽ സ്വദേശികളായ 2 പേരുടെ മരണത്തിനിടയാക്കിയെന്നാണ് പരാതി. പരാതിയെ തുടർന്ന് ഹോട്ടൽ അടപ്പിച്ചിരുന്നു. സംഭവത്തിന് പിന്നാലെ ഹോട്ടലിലെ സാമ്പിളുകളും രാസപരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ഹോട്ടലിലെത്തി പരിശോധന നടത്തിയെങ്കിലും വൃത്തിഹീനമായ സാഹചര്യമോ പഴകിയ ഭക്ഷണമോ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ജനം, തിരുവനന്തപുരം.